പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കം നീളുകയാണ്. ലാഹോറിലെ വസതിയിൽ പോലീസ് എത്തിയെങ്കിലും ഇമ്രാനെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. ഇമ്രാന്റെ വസതിയിൽ ഇല്ലെന്നായിരുന്നു പോലീസിന്റെ പ്രതികരണം. എന്നാൽ തൊട്ടുപിന്നാലെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ പാർട്ടി പ്രവർത്തകരെ ഇമ്രാൻഖാൻ അഭിസംബോധന ചെയ്തു. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്നും ഇമ്രാൻ പറഞ്ഞു. പാകിസ്ഥാന്റെ പതിവ് നാടകവും രീതികളിലേക്കൊക്കെ നീങ്ങുകയാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ എത്തിയിരിക്കുന്നു. പോലീസ് എത്തിയെങ്കിലും പോലീസിനെ തടയാനായി നൂറുകണക്കിന് ഇമ്രാന്റെ പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇമ്രാൻഖാൻ ഈ അറസ്റ്റിനെ കുറിച്ച് പാർട്ടി പ്രവർത്തകരോട് പ്രതികരിക്കുന്ന വാക്കുകൾ കേൾക്കാം. आज जो पाकिस्तान का बदतरीन वक्त है, माशरत डूब गई है, तनख्वाहदार और गरीब पाकिस्तान की तारीख की सबसे ज्यादा महंगाई में पिस गया है. जिन लोगों ने इस मुल्क के ऊपर मुसल्लत होकर इसको तबाह किया है, उनके पैसे बाहर पड़े हुए हैं. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സരുൺ എ ജോസ് ആണ് ചേരുന്നത്. സരുൺ, ഏത് കേസിലാണ് ഇപ്പോൾ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീങ്ങുന്നത്? കിരൺ, രണ്ടാഴ്ച മുമ്പ് ഇമ്രാൻഖാനെതിരെ ഉണ്ടായിരുന്ന 4 കേസുകളിൽ 3 കേസുകളിൽ ഇമ്രാൻഖാന് ജാമ്യം ലഭിച്ചിരുന്നു. അതിൽ തോഷഖാന എന്ന കേസിലാണ് ഇപ്പോൾ ഇമ്രാൻഖാന്റെ അറസ്റ്റ് നടപടികളുമായി പോലീസ് നീങ്ങുന്നത്. തോഷഖാന കേസ് എന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന് വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങളും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന ഇടം. ഇവിടെ നിന്ന് ഈ സമ്മാനങ്ങളും മറ്റും ഇമ്രാൻഖാൻ വിറ്റു എന്ന കേസാണ് ഇപ്പോൾ ഈ കേസിലാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ അറസ്റ്റ് നടപടികൾ നേരിടുന്നത്. ഇന്ന് ഇസ്ലാമാബാദ് പോലീസ് ലാഹോറിൽ സമൻ പാർക്കിൽ ഇമ്രാൻഖാന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അറസ്റ്റ് നടപടികൾ ഇപ്പോഴും നീണ്ടുപോവുകയാണ്. ഇമ്രാൻഖാന് പിന്തുണയുമായി 100 കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് ഇമ്രാൻഖാന്റെ വസതിക്ക് ചുറ്റും തടിച്ചുകൂടിയത്. ഈ ഇമ്രാൻഖാന്റെ വസതിക്ക് അകത്ത് കടന്ന പോലീസ് പിന്നീട് വിശദീകരിച്ചത് ഇമ്രാൻഖാൻ ഇവിടെ ഇല്ലെന്നായിരുന്നു. അങ്ങനെ പോലീസ് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഇമ്രാൻഖാൻ തന്റെ വസതിക്ക് പുറത്ത് കൂടിയ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. പ്രധാനമായും ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു ഇമ്രാൻഖാന്റെ പ്രസംഗം. തൊട്ട് മുമ്പ് നമ്മൾ കേട്ടതുപോലെ ഈ ഇമ്രാൻഖാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതായത് ഷഹബാസ് ഷെരീഫും ആസിഫ് അലി സർദാരിയും ഇരു കുടുംബങ്ങളും രാജ്യത്തെ കൊള്ളയടിക്കുകയാണ്, രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ പുറം ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. നവാസ് ഷെരീഫിന്റെ മകൾ മറിയം ഷെരീഫ, ഇവരുടെ പേര് പനാമ പേപ്പറിൽ ഉൾപ്പെട്ടതാണ്. നവാസ് ഷെരീഫ് അങ്ങനെയാണ് രാജിവെച്ചത്. ഈ രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കാനാണ് ഷഹബാസ് ഷെരീഫിന്റെയും അതുപോലെ തന്നെ മറ്റ് പാക് ഭരണാധികാരികളുടെയും ശ്രമമെന്നായിരുന്നു ഇമ്രാൻഖാൻ പറഞ്ഞത്. വസീറാബാദിൽ വെച്ച് ഈ ഇമ്രാൻഖാന്റെ റാലിക്ക് ഇടെ അദ്ദേഹത്തിന് വെടിയേറ്റിരുന്നു. ഇതിനുശേഷം ആദ്യമായാണ് ഒരു പൊതുപരിപാടിയിൽ ഇമ്രാൻഖാൻ സംസാരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ഇപ്പോഴും പ്രവർത്തകർ ഇമ്രാൻഖാന്റെ വസതിക്ക് ചുറ്റും ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇസ്ലാമാബാദ് പോലീസ് പൂർണ്ണമായും അവിടെ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല. നേരത്തെ പോലീസ് എത്തിയപ്പോൾ പറയുന്നത് ഇമ്രാൻഖാനെ പിടികൂടിയതിനു ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ, വെറും കൈയോടെ മടങ്ങുകയില്ല എന്നായിരുന്നു നേരത്തെ പോലീസ് അറിയിച്ചെങ്കിലും ഇപ്പോൾ ഇമ്രാൻഖാൻ സ്ഥലത്തില്ല എന്ന വിശദീകരണവുമായി പോലീസ് പോകുകയാണ്. ഇതേ സമയം തന്നെയാണ് ഇമ്രാൻഖാൻ അവിടെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. കഴിഞ്ഞ 1 വർഷമായി ഇപ്പോൾ ഈ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് ഏറെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ ഇമ്രാൻഖാൻ ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇറങ്ങിയത്. ഇപ്പോഴും പാകിസ്ഥാനിൽ ഈ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് ഇന്നത്തെ ഇമ്രാൻഖാന്റെ അറസ്റ്റ് നീക്കം. കിരൺ, ശരി. സരുൺ എ ജോസാണ് പാകിസ്ഥാനിലെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇനിയൊരു ചെറിയ ഇടവേളയിലേക്ക്.